നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രളയക്കെടുതിയിൽ കൈത്താങ്ങുമായി സർക്കാർ. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപ. വീട് പൂർണ്ണമായി തകർന്നവർക്ക് 6 ലക്ഷം. ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വീതം ദിവസവും നൽകും. കൃഷിനാശമുണ്ടായവർക്ക് നഷ്ടപരിഹാരം 25% വർദ്ധിപ്പിച്ചു. വെള്ളം കയറി നശിച്ച കച്ചവട സ്ഥാപനങ്ങൾക്ക് 10,000 രൂപ. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ. രാജേഷിന്റെ പണിതീരാത്ത വീട് സർക്കാർ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി. സ്റ്റേറ്റ് ഓണർ അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കാനും ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. മഴ ദുരിതമൊഴിയാതെ സംസ്ഥാനം. അപ്പർ കുട്ടനാട്, തിരുവല്ല, കോട്ടയം മേഖലകളിൽ വെള്ളപ്പൊക്കം. കാലവർഷക്കെടുതിയിൽ ഇതുവരെ നഷ്ടമായത് 26 ജീവനുകൾ. 67,44,00,000 രൂപയുടെ കൃഷിനാശമുണ്ടായതായി പ്രാഥമിക കണക്ക്. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്ത് പകർച്ചപ്പനി പടരുന്നു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം കൂടി. അയോധ്യ നീറ്റ് വിഷയങ്ങൾ ഉയർത്തി സഭാ നടപടികൾ ഇന്നും തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ഏത് വിഷയവും ചർച്ച ചെയ്യാമെന്നും സഭയുടെ അന്തസ്സ് തകർക്കരുതെന്നും പ്രതിപക്ഷത്തോട് സ്പീക്കർ. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചു. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ല എന്ന കോക്രോച്ച് ജനതാ പാർട്ടി. CJP നേതാക്കൾ ജാർഖണ്ഡിലേക്ക്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കും. ശബരിമല നെയ്യ് ക്രമക്കേടിൽ അന്വേഷണത്തിന് മികച്ച ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് ഹൈക്കോടതി. ഉദ്യോഗസ്ഥരുടെ പട്ടിക നൽകണമെന്നും കോടതി. സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും അജികുമാറിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. തമിഴ്നാട്ടിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി വിജയ് സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ്. നവവധുവിന് 1 പവനും പട്ടുസാരിയും സമ്മാനം. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് തായ്മാമൻ തങ്കമോതിരം എന്ന പേരിൽ 1 ഗ്രാം സ്വർണം. 11ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്. സഭാ നടപടികളോട് സഹകരിച്ച് DMK. പ്രളയക്കെടുതിയിൽ കൈത്താങ്ങുമായി സർക്കാർ. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപ. പൂർണ്ണമായി തകർന്ന വീടുകൾക്ക് 6 ലക്ഷവും ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വീതവും ദിവസവും നൽകും. കൃഷിനാശമുണ്ടായവർക്കുള്ള നഷ്ടപരിഹാരം 25% വർദ്ധിപ്പിച്ചു. വെള്ളം കയറി നശിച്ച കച്ചവട സ്ഥാപനങ്ങൾക്ക് 10,000 രൂപ നൽകും. മരണപ്പെട്ടവർക്ക് 8 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ SDRF-ൽ നിന്നും, 2 ലക്ഷം രൂപ CMDRF-ൽ നിന്നും, 2 ലക്ഷം രൂപ PMNRF-ൽ നിന്നും ഉൾപ്പെടെ 8 ലക്ഷം രൂപ മരിച്ചവർക്ക് കൊടുക്കും. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും, അത് ഞാൻ പ്രത്യേകം പറയുന്നു, വില്ലേജ് ഓഫീസറുടെ ഉദ്യോഗസ്ഥന്മാരുടെയും റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും 10,000 രൂപ അവർക്ക് കൊടുക്കും. പിന്നെ മരിച്ചവരുടെ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. മുഴുവൻ ഡാമേജായ വീടുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കാരണം അവിടെ വീട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ഈ ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പൊക്കെ ഉണ്ടായ സ്ഥലത്ത് അവിടെ നേരത്തെ കൊടുത്തിരുന്നത് 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീടിനുമാണ്. പ്രളയ ദുരന്തത്തിൽ മരിച്ച രാജേഷിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. രാജേഷിന്റെ പണി പൂർത്തിയാക്കാത്ത വീട് സർക്കാർ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രളയജലത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശിയും ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ രാജേഷിൻ്റെ വിയോഗം വലിയ വേദനാജനകമാണ്. രാജേഷിൻ്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന് സംസ്ഥാനത്തിൻ്റെ ബഹുമതി സ്റ്റേറ്റ് ഓണർ അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കാനും ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി രാജേഷിന്റെ മൃതദേഹം കല്ലിയൂരിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി AB ജോൺ തോമസ് ചേരുകയാണ്. AB, രാജേഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ എപ്പോഴൊക്കെ ആയിരിക്കും ഉണ്ടാവുക?
ശ്രീജ, നിരവധിയായിട്ടുള്ള ആളുകൾ രാജേഷിനെ അവസാനമായി ഒരു നോക്കി കാണുന്നതിന് വേണ്ടി, അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. കല്ലൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ തയ്യാറാക്കിയിരിക്കുന്ന പന്തലിലാണ് ഇപ്പോൾ പൊതുദർശനം നടക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. 1:30 ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി വീട്ടിൽ സന്ദർശനം നടത്തി കുടുംബത്തെ, വേദനയിലുള്ള കുടുംബത്തെ കണ്ടു, അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഒപ്പം തന്നെ രാജേഷ് അന്ത്യാഞ്ജലി അർപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത്. നിരവധി സുഹൃത്തുക്കളും ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള നാട്ടുകാരും രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും, അത് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. 1:30 ആയിരിക്കും ഔദ്യോഗിക ബഹുമതിയോടുകൂടി അന്ത്യകർമ്മങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. നിരവധിയായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തന്നെയും ഉള്ള ഒരാൾ കൂടിയാണ് രാജേഷ് എന്ന് പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ഈ പല ദുരന്ത മുഖങ്ങളിലും സഹായത്തിൻ്റെ ആൾരൂപമായി തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നത്. ജീവിതത്തിലുടനീളം തുടർന്നിരുന്ന ആ ഒരു പ്രവൃത്തി, അത് ജീവിതത്തിൻ്റെ അവസാനം, ജീവൻ വിട്ടുപോകുന്ന സമയം വരെയും തുടർന്നുകൊണ്ടാണ് രാജേഷ് അങ്ങനെ ഈ നാടിന് ഒരു തീരാവേദനയായി തന്നെ ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വീട് വളരെ ബുദ്ധിമുട്ടിൽ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അതൊക്കെയും തന്നെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഉൾപ്പെടെ നമ്മളോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹവും പറഞ്ഞത് നിരവധിയായിട്ടുള്ള ഒരു ജോലിയും ഏത് ജോലിക്കും പോകാനായിട്ട് തയ്യാറായിട്ടുള്ള ആളായിരുന്നു. വർഷങ്ങളായി ഈ മേഖലയിൽ തന്നെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്താണ് സംഭവിച്ചതെന്നും തങ്ങൾക്കും ഇപ്പോഴും അതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് പിതാവ് അല്പസമയം മുമ്പും പറഞ്ഞത്. അങ്ങനെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെയായി നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ആ ഒരു വേദനയിൽ തന്നെ. തീർച്ചയായും പറഞ്ഞതുപോലെ നിരവധിയായ ആളുകളാണ് രാജേഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. തത്സമയ വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ബി ജോൺ തോമസ്. കോട്ടയം ജില്ലയിൽ വീണ്ടും മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിട്ടുണ്ടായെങ്കിൽ പോലും പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ തുടരുകയാണ്. അയ്മനം, ആർപ്പൂക്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടൊഴിയാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. കോട്ടയത്ത് നിന്നും പ്രശാന്ത് ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയം ജില്ലയിൽ കുറച്ചു നേരമായി മഴ തുറന്നു നിൽക്കുകയാണ്. പക്ഷേ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ തുടരുക തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അയ്മനം പഞ്ചായത്ത് 4-ാം വാർഡിലാണ്. പരിപ്പ് എന്ന പ്രദേശത്താണ്. ഈ ഭാഗമെല്ലാം വെള്ളത്തിലാണ്. ഇവിടെ വെള്ളം കയറാത്ത വീടുകൾ ചുരുക്കമാണ് എന്ന് വേണം പറയാൻ. ഇവിടെ പ്രദേശവാസികളായ കുറേ പേരുണ്ട്. ചേട്ടാ, എത്ര ദിവസമായി ഇവിടെ ഇപ്പോൾ ഈ വെള്ളക്കെട്ട് തുടങ്ങിയിട്ട്? ഒരു 4 ദിവസത്തോളം ആളായിട്ടുണ്ട്. ആദ്യം തന്നെ വെള്ളം കയറുന്ന പ്രദേശമല്ലേ? വെള്ളം കയറുന്ന പ്രദേശം, പെട്ടെന്ന് മഴ പെയ്ത് അന്നേരം വെള്ളം കയറുന്ന പ്രദേശമാണ്. ഇതൊക്കെ കണ്ടങ്ങളാണ് ഇവിടെ എല്ലാം. ഇതെല്ലാം നികന്നു പോയി. എല്ലാം കൃഷി ചെയ്യുന്ന കണ്ടങ്ങളായിട്ട് അത് മുഴുവൻ പാടം മുഴുവൻ എല്ലാം പോയി. അങ്ങാപ്പുറം 2 സൈഡിലാണ്. ഇവിടെ ഒരു കണ്ടം, അതിന് അങ്ങാപ്പുറം വേറൊരു കണ്ടം, 2 സൈഡ്, അത് രണ്ടും മൂടിപ്പോയി. അതുപോലെ വെള്ളമായിരുന്നു. 18-നെക്കാളും 19-നെക്കാളും ഭയങ്കര വെള്ളമായിരുന്നു. ഈ അയ്മനം പഞ്ചായത്തിൽ മുഴുവൻ ഇത് തന്നെയാണോ അവസ്ഥ? ഈ അവസ്ഥ തന്നെ നമ്മുടെ ഈ ഏരിയ, ഈ ഭാഗം മുഴുവൻ ഈ അവസ്ഥയാണ്. ഇപ്പം ഈ ആളുകളൊക്കെ ഇപ്പം വീടുകളിൽ കഴിയുവാണോ അതോ ക്യാമ്പുകളിലേക്ക് പോയിട്ടുണ്ടോ? നമ്മുടെ ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ കേസിയും കോളനി പരിപ്പാണ്. അവിടെ നമ്മുടെ പുത്തങ്കരി പാടം മട വീണ് പോയി. അപ്പോൾ അവരെല്ലാം ഇപ്പം പരിപ്പ് സ്കൂളുകളുടെ ക്യാമ്പിലാണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ മുട്ട ലക്ഷം വീട് എന്ന് പറഞ്ഞ 2 ലക്ഷം വീട് കല്ലിങ്ങത്തറ പാടത്തിനകത്ത് വരുന്നത്. അവർ 2 കൂട്ടരും ഇപ്പം ക്യാമ്പിലാണ്. ഇത്ര വെള്ളമുണ്ട്. ഇത്ര നീര് അരയേറ്റം വെള്ളത്തിൽ അവരെങ്ങനെ നയിക്കാൻ പറ്റും? വീടിൻ്റെ ഉള്ളിൽ. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമ്പുകളിലേക്ക് വേണ്ട സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? നമ്മളങ്ങോട്ട് പോയില്ല, ഇല്ലെന്നുള്ള ഞാൻ ഉള്ള സത്യത പറയുന്നത്. അങ്ങോട്ട് ഞാൻ പോയില്ല. പ്രളയത്തെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്ത ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. 2018 പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ വെള്ളം കയറാത്ത രീതിയിലാണ് 24 കിലോമീറ്റർ വരുന്ന AC റോഡ് നവീകരിച്ചത്. ഏകദേശം 800 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണ് മഴ കൂടുതൽ ശക്തമാകുന്നതിന് മുൻപ് തന്നെ വെള്ളത്തിലായത്. പ്രളയങ്ങളെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്ത് സാധാരണ നിരപ്പിൽ നിന്നും ഉയർത്തി നിർമ്മിച്ച AC റോഡാണ് ചെറിയ മഴയിൽ തന്നെ വെള്ളത്തിലായത്. കിലോമീറ്ററിന് 30 കോടി രൂപയോളം ചെലവഴിച്ചിട്ടും കുട്ടനാട്ടിൽ പ്രളയസമാനമായ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരുന്നിട്ട് പോലും റോഡിൽ വെള്ളം കയറുന്ന അവസ്ഥയാണുള്ളത്. ഓട പ്ലസ് ലെവലിലും റോഡ് മൈനസ് ലെവലിലും നിർമ്മിച്ചതടക്കം വലിയ അപാകതകളാണ് റോഡിലുള്ളത്.
റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെക്കുറിച്ചും ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളെക്കുറിച്ചും ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. റോഡിൽ വെള്ളം ഉയർന്നതോടെ സമീപത്തെ വീടുകളും വെള്ളക്കെട്ടിലായി. കഴിഞ്ഞ മെയ് മാസത്തിൽ വെള്ളം പൊങ്ങി, അതും ഇവിടെ കവിഞ്ഞൊഴുകി. അപ്പോൾ ഇതിപ്പം ആകശാസ്ത്രമല്ലേ, ഇപ്പോഴും കവിഞ്ഞൊഴുകി. അവരാദ്യം പറഞ്ഞ ഇവിടെ വെള്ളം കയറത്തേയില്ല, ഒഴുക്കുണ്ടാകത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ജൂണിൽ നെടുമുടി പാലത്തിൽ അടുത്തയിടെ ടാറിംഗ് പൂർത്തിയായ സ്ഥലത്ത് പല ഭാഗങ്ങളിലായി ടാറിംഗ് ഇളകിയത് വിവാദമായിരുന്നു. റോഡിന്റെ ഇരുവശത്തും ഓട നിർമ്മിച്ചതിനാൽ മുൻകാലങ്ങളിലേതുപോലെ ഇരുവശങ്ങളിലേക്കും സുഗമമായി വെള്ളമൊഴുകി മാറുന്നില്ല. റോഡിൽ നിന്ന് ഓടയിലേക്ക് വെള്ളമൊഴുകി ഇറങ്ങാനുള്ള കുഴികൾ പലതും അടയുന്നതാണ് ഒഴുക്കിന് തടസ്സമാകുന്നത്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലും AC റോഡിൽ വെള്ളം കയറിയിരുന്നു. ആക്ഷേപമുയർന്നപ്പോൾ റോഡ് പണി പൂർണ്ണമായില്ലെന്ന് പറഞ്ഞ് അധികൃതർ തടിതപ്പുകയായിരുന്നു. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാവുകയും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവും കൂടുന്നതോടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയേക്കും. അമൃത ന്യൂസ്, ആലപ്പുഴ. കോട്ടയത്തിന്റെ അതേ അവസ്ഥ തന്നെയാണ് പത്തനംതിട്ടയിലും. വിവരങ്ങളുമായി കണ്ണൻ ദേവിച്ചിരിക്കുകയാണ്. കണ്ണൻ, പത്തനംതിട്ട ജില്ലയിലും മഴയ്ക്ക് ശമനമുണ്ട്, പക്ഷേ വെള്ളക്കെട്ട് പലയിടത്തും ഒഴിഞ്ഞിട്ടില്ല. ആറന്മുളയും തിരുവല്ലയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിൽ തന്നെയാണല്ലോ. നിലവിൽ അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? വിവരങ്ങൾ എങ്ങനെയാണ്? ഈ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. പക്ഷേ അത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നതല്ല. പക്ഷേ മഴ വലിയ ആശങ്കാജനകമായ രീതിയിലൊന്നും പെയ്യുന്നില്ല. കനത്ത മഴയല്ല പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ പെയ്യുന്നത്. പക്ഷേ ആറന്മുള, കോഴഞ്ചേരി, തിരുവല്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ആറന്മുളയിലെ ചില പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പല വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരൊക്കെ വീടുകളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അത്ര വേഗത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും വീട്ടിലേക്ക് പോയാലും താമസം തുടരാൻ സാധിക്കില്ല. കാരണം പല വീടുകളിലും ഈ ചെളി അടക്കം അടിഞ്ഞ് വീട്ടുപകരണങ്ങളടക്കം നശിച്ചതുണ്ട്. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരേണ്ട സ്ഥിതി തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും വെള്ളം ഇന്നും നാളെയും കൊണ്ട് മഴ മാറി നിൽക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഈ ആറന്മുള പ്രദേശങ്ങളിൽ നിന്നൊക്കെ വെള്ളം വലിയും. എന്നാൽ തിരുവല്ല ഭാഗങ്ങളിൽ ഇനിയും അടുത്ത 2-3 ദിവസം കൂടി ഇത്തരത്തിൽ വെള്ളം നിൽക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പമ്പാ നദിയിലെയും കക്കാട്ടാറിലെയും അടക്കം ജലനിരപ്പ് അത്രയധികം താഴ്ന്നിട്ടില്ല. അവിടങ്ങളിലൊക്കെ വെള്ളം അത്യാവശ്യം ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല ഈ മൂഴിയാറ്, കക്കി, പമ്പ അടക്കമുള്ള ഡാമുകളിലും ഇത്തരത്തിൽ വെള്ളം അധികം ആശങ്കാജനകമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയ്ക്ക് വകയില്ല. ശ്രീജ, ശരി, പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഇപ്പം ശരിയായിരുന്നു കണ്ണൻ്റെ. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ പുനർജനയിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. വിജിലൻസ് തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതാണ്. ഈ സർക്കാർ വന്ന ശേഷം യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല. മുൻ സർക്കാർ തന്നെ അന്വേഷിക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്ത കേസാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഒരു അന്വേഷണവും ഒരു നടപടിയും ഇത് സംബന്ധിച്ചെടുത്തിട്ടില്ല. എല്ലാ ഫൈൻഡിങ്ങും നടത്തിയത് കഴിഞ്ഞ സമയത്ത്. നിങ്ങളിതൊന്ന് അറിയണം. 2020 ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നിയമസഭയിൽ ഒരു ആരോപണം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, അങ്ങൊരു വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ വിജിലൻസ് അന്വേഷണം നടത്തി. വിജിലൻസ് അന്വേഷണം നടത്തി എൻ്റെ ആവശ്യമായിരുന്നു, ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. പറവൂർ മണ്ഡലത്തിലെ പുനർജനി പദ്ധതിയുടെ ഭാഗമായി പിരിച്ച കോടിക്കണക്കിന് പണം എന്തു ചെയ്തു എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കളവ് പറയുന്ന പ്രതിപക്ഷ നേതാവിൽ നിന്ന് കളവ് പറയുന്ന മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ മാറി. പുനർജനി കേസിൽ സതീശനെ വെള്ളപൂശുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെന്നും അദ്ദേഹം പറഞ്ഞു. പുനർജനിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞ 216 വീട് ഇവിടെ, ആ വീട്ടിൽ നിന്ന് താമസിക്കുന്നവർ ആര്? പറവൂരുള്ള ഓരോരുത്തർക്കും മനസ്സിലാവുമല്ലോ, ഇന്ന ആളുകൾക്ക് വീട് കിട്ടി. കളവല്ലെങ്കിൽ കൃത്യമായിട്ട് വിശദമായ രേഖയുണ്ട്, വിശദമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിയും, കണക്കും പറയാൻ കഴിയും. എന്തേ നിങ്ങൾ പറയാത്തത്? ഒറ്റ ഉത്തരേ ഉള്ളൂ, പറയാൻ നിങ്ങൾക്കാവില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന 216 ആൾക്ക് വീട് കൊടുത്തിട്ടില്ല. ശ്രീജിത്തിന് DGP ആയി സ്ഥാനക്കയറ്റം നൽകിയതിലെ വിമർശനങ്ങൾ തള്ളി മുഖ്യമന്ത്രി. ശ്രീജിത്തിനെതിരെ യാതൊരു വിജിലൻസ് കേസും സർക്കാരിന് മുന്നിലില്ല. DGPയുടെ ഒഴിവ് വന്നപ്പോൾ നിയമിക്കുകയാണ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശ്രീജിത്തിന് സ്ഥാനക്കയറ്റം നൽകിയതിൽ ഹൈക്കോടതിയും സമസ്തയും വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. നമ്മുടെ മുമ്പിൽ ഒരു വേക്കൻസി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നടപടിക്രമം പൂർത്തിയാക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതിക്ക് അതിൻ്റെ അകത്ത് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ഹൈക്കോടതി എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. നമ്മുടെ മുമ്പിൽ അദ്ദേഹത്തിനെതിരായിട്ട് വിജിലൻസ് കേസ് ഇല്ലല്ലോ. വിജിലൻസ് കേസ് വന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളുടെ പ്രൊമോഷൻ തടയണെന്തിന്? CGP സമരത്തിലെ പോലീസ് നടപടിയിൽ അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി ഇന്നും പാർലമെന്റ് തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. സമരക്കാർക്ക് നേരെയുള്ള പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കുന്ന
അവസാനിപ്പിക്കില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾ. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചു. ചോദ്യോത്തരവേള കഴിഞ്ഞാൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയവും ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടർന്നതോടെയാണ് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചത്. പാർലമെന്റിന്റെ അന്തസ്സ് തകർക്കരുതെന്നും സ്പീക്കർ ഓം ബിർള വിമർശിച്ചു. പാർലമെന്റ് വളപ്പിലും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തി. ജന്തർ മന്ദറിലെ CJP സമരം അട്ടിമറിച്ച ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ ചാര സംഘടന ISI ഗൂഢാലോചന നടത്തിയതായി പഞ്ചാബ് പോലീസ്. പഞ്ചാബിൽ പിടിയിലായ ഭീകരരിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. പ്രായപൂർത്തിയാകാത്ത 4 പേർ ഉൾപ്പെടെ 9 പേരെയാണ് പഞ്ചാബ് പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത്. ഇതിൽ 8 പേർ ഡൽഹിയിൽ ജന്തർ മന്ദറിലെത്തി ഭീകരാക്രമണത്തിന് ശ്രമം നടത്തിയെന്നും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പിൻവാങ്ങിയതെന്നും അമൃത്സർ പോലീസ് കമ്മീഷണർ അറിയിച്ചു. പിടിയിലായവരുടെ ഫോണിൽ നിന്ന് ജന്തർ മന്ദറിലെ ദൃശ്യങ്ങൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരർക്ക് അയച്ചു നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഭാവി പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനായി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ 2 ദിവസത്തെ യോഗം മഹാരാഷ്ട്രയിൽ ആരംഭിച്ചു. വിവിധ വിഷയങ്ങളിൽ ജനകീയ മുന്നേറ്റം ആവശ്യമാണെന്നും യുവാക്കളുടെ അഭിപ്രായം അറിയാൻ രാജ്യവ്യാപക പര്യടനം നടത്താൻ യോഗം തീരുമാനിച്ചു. നിലവിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ല എന്ന് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയിരുന്നു. മഹാരാഷ്ട്രയിൽ ഛത്രപതി സംഭാജി നഗറിലെ അഭിജിത് ദീപ്കയുടെ വസതിയിലാണ് യോഗം. CJP വക്താക്കളും പ്രധാനപ്പെട്ട നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഝാർഖണ്ഡ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളെ പരീക്ഷാ ക്രമക്കേടുകളിൽ സ്വീകരിക്കേണ്ട നിലപാടും യോഗം ചർച്ച ചെയ്തേക്കും. ശബരിമല നെയ് ക്രമക്കേടിൽ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് ഹൈക്കോടതി. ഉദ്യോഗസ്ഥരുടെ പട്ടിക നൽകണമെന്നും കോടതി. അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇക്കാര്യത്തിൽ കോടതി ഗൗരവതരമായ ഒരു നിരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത്. ഇതിൽ ശരിയായ രീതിയിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ ഇതിൽ നിയോഗിക്കണം. കാരണം ഇപ്പോഴുള്ള പ്രത്യേക അന്വേഷണ സംഘം സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന സംഘമുണ്ട്. പക്ഷേ ഈ നെയ് ക്രമക്കേടൊക്കെ സാധാരണ രീതിയിലുള്ള കേസ് പോലെ അങ്ങനെ പോകണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഒരു നല്ല അന്വേഷണ സംഘത്തെ തന്നെ അല്ലെങ്കിൽ മികച്ച ഉദ്യോഗസ്ഥനെ തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായും ഈ ക്ഷേത്ര കൊള്ളകൾ, അതായത് ഗുരുവായൂർ, ശബരിമല ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉദ്യോഗസ്ഥർ നടത്തുന്ന കൊള്ളകൾ അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാർ നടത്തുന്ന കൊള്ളകൾ, ഇതിനൊരു നിയന്ത്രണം വരുത്തുക എന്നുള്ളത് ഇപ്പോൾ കോടതിയുടെ ഒരു ബാധ്യതയായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. കാരണം വിവിധ സർക്കാരുകൾ ഭരിക്കുന്ന കാലത്ത് അവിടെ നുഴഞ്ഞു കയറുന്ന ആൾക്കാർ പലതരത്തിലാണ് ഈ ഭക്തർ കാണിക്കയായിട്ട് സമർപ്പിക്കുന്ന പൈസ പോലും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ നെയ്യ് ക്രമക്കേടും കാണേണ്ടി വരും. നെയ്യ് മറിച്ചു വെക്കുന്നു, മിൽമയുടെ നെയ്യ് പകുതി വഴി വെച്ച് മറിച്ചു വിട്ടിട്ട് മോശമായ നെയ്യ് കൊണ്ടുവരുന്നു. ഇതെല്ലാം ഒരു പറയുമ്പോൾ നമുക്ക് നാണക്കേട് തോന്നുന്ന രീതിയിലുള്ള കൊള്ളയാണ് ക്ഷേത്രങ്ങളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഇതിൽ ശരിയായ രീതിയിലുള്ള ഉദ്യോഗസ്ഥനെ വയ്ക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ശരി രാജേഷ്. ശബരിമല നെയ് ക്രമക്കേടിൽ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെ വയ്ക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും അജയ്കുമാറിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് വിജിലൻസ് കോടതി നടപടി. ഓഗസ്റ്റ് 19 വരെയാണ് വീണ്ടും റിമാൻഡ് ചെയ്തത്. ജൂലൈ 23 ഇവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കവർച്ച മറച്ചുവെക്കാൻ 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തമിഴ്നാട്ടിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി വിജയ് സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ്. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് നൽകും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവതികൾക്ക് വിവാഹ സമ്മാനമായി സ്വർണവും സാരിയും നൽകും. ധനമന്ത്രി N. മരിയ വിൽസൺ ആണ് ബജറ്റ് അവതരിപ്പിച്ചത്. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് തായ്മാമൻ തങ്കമോതിരം എന്ന പേരിൽ 1 ഗ്രാം സ്വർണം നൽകും. 11ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകുമെന്നും പ്രഖ്യാപനമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ TVK മുന്നോട്ട് വെച്ച അണ്ണൻ സീർത്തിട്ടം പദ്ധതിക്ക് 812 കോടി രൂപ മാറ്റിവെച്ചു. ഡ്രഗ് ഫ്രീ തമിഴ്നാട് എന്ന ആശയവും ബജറ്റിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനുവേണ്ടി സ്കൂളുകളിൽ പ്രത്യേക വോളണ്ടിയർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. സഭാ നടപടികളോട് DMK സഹകരിക്കുന്നുമുണ്ട്. വിവാദ പരാമർശത്തിൽ അറസ്റ്റിലായ ശേഷം വിട്ടയക്കപ്പെട്ട ഉദയനിധി സ്റ്റാലിൻ സഭയിലെത്തി. പ്രതിപക്ഷം ഉദയനിധിക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ അധിക്ഷേപിച്ചുള്ള പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച മന്ത്രി CP ജോൺ. പ്രസ്താവനയിൽ താൻ ശ്രദ്ധിക്കണമായിരുന്നു. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ഒത്തിരി കാഷ്വലായിട്ടാണ് പറഞ്ഞത്. പത്രങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സമ്മേളനം പോലൊരു മീറ്റിംഗ് ആയിരുന്നു. അവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറയേണ്ടാതിരുന്ന ചില വാക്കുകൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. അത് ആർക്കെങ്കിലും ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതിലെനിക്ക് യാതൊരു ഈഗോയും ഇല്ല. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു അത് ശ്രദ്ധിക്കണമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ അങ്ങനെ ഒരു വിമർശനം വന്നതിലോ അല്ലെങ്കിൽ പ്രതിഷേധം വന്നതിലോ ഒന്നും ഒരു ഈഗോ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഈഗോ എനിക്കില്ല, ഒരു ഫോൾസ് ഈഗോ ഇല്ല. അപ്പം അതുകൊണ്ട് ഒരു മന്ത്രി എന്ന രീതിയിൽ ഒരുപാട് പ്രിവിലേജുകൾ എല്ലാ മന്ത്രിമാർക്കുണ്ട്. ADGP എസ് ശ്രീജിത്തിനെ DGP ആക്കിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത. നിയമവാഴ്ച ഉറപ്പാക്കേണ്ട സർക്കാർ തന്നെ നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും നോക്കുകുത്തിയാക്കിയെന്ന വിമർശനം. ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയെ DGP ആക്കാനുള്ള വ്യഗ്രത ചോദ്യം ചെയ്യുകയാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ. ADGP എസ് ശ്രീജിത്തിനെ DGP ആക്കി ഉയർത്താനുള്ള UDF സർക്കാരിന്റെ തിടുക്കത്തിന് നേരെയാണ് സമസ്തയുടെ രൂക്ഷ വിമർശനം. ശ്രീജിത്തിനെ DGP ആക്കാനുള്ള തിടുക്കത്തിനെതിരെ ഹൈക്കോടതി താക്കീതായി നിന്നത് ഓർമ്മപ്പെടുത്തലാണെന്ന് സമസ്ത പറയുന്നു. ആരോപണങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥന് വിജിലൻസ് ക്ലിയറൻസ് ഇല്ലാതെ സ്ഥാനക്കയറ്റം നൽകിയത് ചോദ്യം ചെയ്യുകയാണ് സമസ്ത. അധികാരത്തിലേറി 3 മാസം തികയും മുമ്പ് സർക്കാരിന് നീതിപീഠത്തിൽ നിന്ന് പഴി കേൾക്കേണ്ടി വന്നെന്നും സമസ്ത ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വളഞ്ഞ വഴി ഷിനു ചൊവ്വ, ചിത്തരേഷ് നടേശൻ എന്നിവരെ പോലീസ് സേനയിലെടുക്കാൻ ചുക്കാൻ പിടിച്ചത് ADGP എസ് ശ്രീജിത്താണെന്നും സമസ്ത ചൂണ്ടിക്കാണിക്കുന്നു. സർവീസ് ബുക്കിൽ പലതവണ ചുവപ്പ് വര വീണ ഉദ്യോഗസ്ഥനെ പൊതിഞ്ഞു കാക്കാനുള്ള UDF സർക്കാരിന്റെ വ്യഗ്രത കേരളീയ പൊതുസമൂഹം അംഗീകരിച്ചു തരുമോ എന്നാണ് സമസ്ത ചോദിക്കുന്നത്. നീണ്ട 10 വർഷം ജനം പുറത്തിരുത്തിയതിനു ശേഷമാണ് അധികാരത്തിലെത്തിയതെന്ന ചിന്ത UDF സർക്കാരിനുണ്ടായാൽ നന്നെന്ന് പറഞ്ഞാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. അടിസ്ഥാന പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ പണനയം പ്രഖ്യാപിച്ച റിസർവ് ബാങ്ക്. ഭവന, വാഹന, വ്യക്തിഗത ബാങ്ക് വായ്പകളുടെ പലിശ നിരക്ക് കൂടില്ല. ആഗോള വിപണികളിലെ അസ്ഥിരത കണക്കിലെടുത്താണ് തീരുമാനം. റിപ്പോ 5.25% തുടരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് മുതിരാതെ വിപണിയിലെ സ്ഥിരത ഉറപ്പാക്കാനാണ് RBI ലക്ഷ്യമിടുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി വിതരണ ശൃംഖലയെ ബാധിച്ചുവെന്ന് റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞു. എന്നാൽ ആഭ്യന്തര സമ്പദ് മേഖല മികച്ച പ്രകടനമാണ് നടത്തുന്നതെന്നും അദ്ദേഹം വിലയിരുത്തി. തുടർച്ചയായി 4ാം തവണയാണ് റിപ്പോ നിരക്ക് 5.25% നിലനിർത്തുന്നത്. ഓണം മലയാളിയുടെ പടിവാതിൽക്കലെത്തി നിൽക്കെ അടുക്കള ബജറ്റിന്റെ താളം തെറ്റിച്ച നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ വിലയേറുന്നു. തമിഴ്നാട്ടിൽ കൊപ്ര കച്ചവടക്കാർ തേങ്ങാവില കുത്തനെ കൂട്ടിയതോടെയാണ് കേരളത്തിലും നാളികേര വില കുതിച്ചുയരുന്നത്. ഓണമടുക്കുന്നതോടെ വിപണിയിൽ വില ഇനിയും ഉയർന്നേക്കാമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ. വില കൂട്ടിയാൽ വാങ്ങിയല്ലേ പറ്റത്തുള്ളൂ, വാങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, വാങ്ങിക്കും. കഴിഞ്ഞ ആഴ്ച വരെ ലിറ്ററിന് 270 രൂപയായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഒറ്റയടിക്ക് 10 രൂപ വർദ്ധിച്ച് 280 രൂപയായി. കിലോയ്ക്ക് 70 മുതൽ 80 രൂപ വരെയാണ് നിലവിൽ നാളികേരത്തിന്റെ ചില്ലറ വിൽപ്പന വില. തമിഴ്നാട്ടിൽ കൊപ്ര കച്ചവടക്കാർ വില ഉയർത്തിയതാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. പെട്ടെന്ന് വില കൂട്ടാൻ പറ്റത്തില്ല. വില കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വില പഴയ വിലയെ തന്നെ ഓടിക്കുക, അത് നടക്കത്തുള്ളൂ. ആൾക്കാരെ പൈസയൊന്നുമില്ല അവസ്ഥയിലോട്ടാണ്. ഇപ്പോൾ തമിഴ്നാട് തേങ്ങയുടെ വിലയെക്കാട്ടി കുറച്ചും കൂടെ താത്താണ് ഞങ്ങൾ കൊടുക്കുന്നത്. കേരളത്തിലെ ആവശ്യത്തിന് ഏറ്റവും അധികം നാളികേരം എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. നാടൻ തേങ്ങയെ അപേക്ഷിച്ച് തമിഴ്നാട് തേങ്ങയ്ക്ക് വിലയിൽ നേരിയ കുറവുണ്ടെങ്കിലും പൊതുവിപണിയിലെ വിലവർധന വ്യാപാരികളെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കിലോ 70, പാലക്കാട് പൊള്ളാച്ചി നല്ല വിലയ്ക്ക് വരുന്നത്, മാർക്കറ്റിംഗ് വിലയ്ക്ക് വരുന്നത്. വില കൂടുതലുണ്ട്, ഓണമൊക്കെ അല്ലേ, അവിടെ ഡിമാൻഡ് സാധനം. രാമായണ മാസം ആരംഭിച്ചതോടെ ക്ഷേത്രങ്ങളിലും വീടുകളിലും നാളികേരത്തിന് ആവശ്യമേറിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഓണക്കാലം കൂടി എത്തുന്നതോടെ വിപണിയിൽ ഇനിയും വില കൂടാനാണ് സാധ്യത. തേങ്ങ വാങ്ങിച്ചു, എല്ലാത്തിനും വില കൂടുതലാ. ഇപ്പൊ 70 രൂപ 72 എത്ര കണ്ടായി തേങ്ങയ്ക്ക്. എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ അന്തിച്ച് നിൽക്കുക, ഓണം എങ്ങനെ ആഘോഷിക്കുമെന്ന്. വരും ദിവസങ്ങളിൽ ഓണവിപണി കൂടുതൽ സജീവമാകുന്നതോടെ കേരളത്തിന്റെ ആവശ്യം ഇനിയും കുത്തനെ ഉയരും. കുറഞ്ഞ നിരക്കിൽ ഇവ ലഭ്യമാക്കി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.